നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കഠിനംകുളം പഞ്ചായത്ത് 23-ാമത്തെ വാർഡ് പുതുക്കുറിച്ചി നോർത്തിലാണ്. ഇതൊരു കടലോര പ്രദേശമാണ്. നമുക്കെല്ലാവർക്കും വീട്, അതായത് നമുക്ക് കയറി കിടക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് ലഭിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ടാർപോളിൻ ഷീറ്റൊക്കെ മറിച്ചിട്ട് അവർ ജീവിക്കണം. പക്ഷേ ഈ ഒരു ചെറിയൊരു ഷെഡിനകത്ത്, വീടെന്ന് പറയാൻ പറ്റത്തില്ല, ഷെഡിനകത്ത് 9 പേരാണ് താമസിക്കുന്നത്. അതിൽ +2 കാരിയായിട്ടുള്ള ഒരു കുഞ്ഞും കൂടിയുണ്ട്, വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞ്. അപ്പോൾ ഇത് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന കാഴ്ച കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് കണ്ട് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക. ഡയറക്റ്റ്. ഓക്കെ, എവിടെയാണ് അവരുടെ സ്ഥലം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ കാഴ്ചയിലേക്ക് പോവുകയാണ്, നിങ്ങളെ ക്ഷണിക്കുന്നു. 9 പേര് ഇതിനകത്താണ് താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു മഴയോ കടലാക്രമണമോ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവരുടെ അവസ്ഥ പരിതാപകരമാണ്. നിങ്ങളാണ് ഇതിനകത്ത് താമസിക്കുന്നത്. ഇവരാണ് 9 പേരുണ്ട്, അതായത് മോൾ ഉൾപ്പെടെ അല്ലേ, ചെറുകുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. എത്ര വർഷമായി? 30 വർഷം. 30 വർഷം കൊണ്ട് ഇവർ വീട്ടിലോ? എല്ലാവരും കൂടെ 4 കൂടി പേരുമായിട്ട് താമസിക്കുകയാണ്. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പം നിങ്ങളെല്ലാവരും ബന്ധുക്കൾ തന്നെയാണ്? ഞങ്ങളെല്ലാവരും ഇത് മൂത്ത മോൾ, ഇത് ഇളയ മോള്, ഇതിൻ്റെ മോള് തോലത്, ഇതെൻ്റെ മോൻ്റെ മോള് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ തൊട്ടടുത്തൊക്കെ ഈ ഒരുപാട് വീടുകളൊക്കെ വന്നല്ലോ. അപ്പം നിങ്ങൾക്ക് വീട് വരാത്തതിൻ്റെ കാര്യം? അറിയില്ല, രേഖയില്ല, ഒന്നുമില്ല എന്നാണ് പറഞ്ഞ, പട്ടയൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ 1.5 സെന്റ് നിങ്ങൾക്കുള്ളതാണ്? ഓ, 1.5 സെന്റ് ഇവർക്കുള്ളതാണ്. പക്ഷെ അതിന് തക്കതായിട്ടുള്ള രേഖയോ പ്രമാണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവർക്ക് വീട് നിഷേധിക്കപ്പെട്ടിട്ട് 30 വർഷം ഈ കുടിലിനകത്ത്, ഈ ഷെഡിനകത്ത് ഇവർ താമസിക്കണം. അത് 9 പേര്, അമ്മ, അച്ഛൻ അല്ലേ, മക്കള്, സഹോദരങ്ങള്, ചെറുമക്കള്, എല്ലാവരും ഇതിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ല? മിച്ചഭൂമിക്കൊക്കെ എഴുതി കൊടുത്തായിരുന്നു, ഒന്നും അനുവദിച്ചില്ല. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നിട്ട് ഇതുവരെയ്ക്ക് ഇത്രയും നാളായിട്ടും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ബാക്കി ചെലവും കാര്യങ്ങളും എങ്ങനെയാ പോകുന്നത്? തൊഴിലുറപ്പിന് പോവും, ഇവർ വീട്ടു ജോലിക്ക് പോവും, അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ജീവിക്കുന്നുണ്ട്. കൊച്ചു പിള്ളേർ നമ്മുടെ ചുറ്റും ഇങ്ങനെയും ആൾക്കാരുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി എനിക്ക് പറയാനുള്ളത് ഞാൻ വന്ന് പറയാം. വീടെന്ന് പറയാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 9 പേരും ഇതിനകത്ത് ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നു എന്നത് കാണുമ്പോൾ ശരിക്കും ഇതിനെ വീടെന്ന് പറയാൻ പറ്റും. ഇന്ന് 2-3 പേർക്ക് ഇപ്പം ഒരു വീടിനകത്ത് താമസിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ 9 പേരാവുമ്പോഴേ ഞാൻ ചോദിക്കുന്നത്, പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളാണ്? എൻ്റെ മോൾ അപ്പുറത്തെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പുറത്തെ വീട്ടിലാണ്? പേടിയാണ്. പിന്നെ നമ്മളിവിടെ എൻ്റെ മക്കളും ഞാനും എല്ലാവരും ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. എന്റെ ഭർത്താവിന് മാനസികമായിട്ട് ഇഷ്യൂ ഉണ്ട്. ട്രീറ്റ്മെന്റിലാണോ? ഇല്ല, ഇവിടെ ഇല്ല. അവരങ്ങ് പോയി. 9, 10, 20, 18 വർഷമായി ഇവിടെ നിന്ന് പോയിട്ട് തന്നെ. ഞാൻ തിരക്കി പോയിട്ടില്ല. അപ്പം ഈ വീടിനകത്തുള്ള ചെലവും കാര്യങ്ങളും നോക്കുന്നത് നിങ്ങൾ സ്ത്രീകളാണ്? ഞങ്ങളാ ജോലി പോയി. പഠിത്തം എങ്ങനെയാ? ഇതേപോലെ നമ്മൾ ആരടുത്തെങ്കിലും നിവർത്തിയില്ല. ഇപ്പൊ ഫണ്ടെന്ന് CTA ഫണ്ടെന്ന് പറഞ്ഞ 2500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് പോലും ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. പഠിക്കുന്ന മോളാണോ? മോള് പഠിക്കുന്ന 5A+ മേടിച്ചതാ. കരയണ്ട, നമുക്ക് ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ. കരയണ്ട. കണ്ണ് കാഴ്ച കുറവുണ്ട്, ജോലിക്കൊന്നും പറ്റത്തില്ല, വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. കരയണ്ട, എല്ലാ കാര്യത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് കരയണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക്. ഇതുപോലെ ഒരിക്കൽ വീഡിയോ എടുത്ത് പോയത് കൊണ്ടാണ് മോളിപ്പം നിൽക്കാത്തത്. എന്താന്ന് വെച്ചാൽ ആദ്യമേ സ്കൂളിലെല്ലാം എല്ലാ കുട്ടികളും കളിയാക്കിയൊക്കെ തുടങ്ങി. ഇത് ഇങ്ങനെ ആയില്ല എങ്കിലോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് അവള് മലയാളികളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇത് കണ്ടിട്ട് കാണാതെ പോകരുത്. ഒന്ന് നോക്കിക്കേ, ഇതിനകത്ത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടീനെയും വെച്ചിട്ട് എന്ത് സ്വസ്ഥതയല്ല ഈ പാരൻസ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ
പ്രത്യേകിച്ച് ഇവർ സ്ത്രീകളാണ്, എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക. ഇത് നമ്മുടെ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിൽ തന്നെ 23-ാമത്തെ വാർഡ് പുതുക്കുറിശി എന്നല്ലേ സ്ഥലത്തിൻ്റെ പേര്? ഓക്കെ, പുതുക്കുറിച്ചിയാണല്ലേ. ഓക്കെ, പുതുക്കുറിച്ചി നോർത്തിലാണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരിന്ന് നമ്മുടെ ചുറ്റുമുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ. തൊട്ടടുത്ത് കിടക്കുന്നവൻ കഴിച്ചോ ഇല്ലയോ, അവൻ കിടക്കുന്ന സ്ഥലം ചോരുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിഞ്ഞു നോക്കാതെ ഉള്ള ഭരണമാണ്. വളരെ സങ്കടത്തോടു കൂടി അപമാനത്തോടു കൂടി പറയുവാണ്. ഇത് കണ്ടിട്ട് ഇത്രയും ഇവർ ട്രൈ ചെയ്തിട്ട് 30 വർഷമോ 1-2 വർഷമാണെന്നുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ, ഒരു 5 വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30 വർഷം ഒന്നുമില്ലാണ്ട് എത്രയോ വെട്ടിപ്പിടിക്കുന്നുണ്ട്, എത്രയോ കൈയിട്ട് വാരുന്നുണ്ട്. 1 സെൻറ്റ് വസ്തു ഗവൺമെൻറ്റിന് കൊടുത്ത് അതിനകത്ത് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കെട്ടുറപ്പുള്ള ഒരു ബിൽഡിംഗ് അവർക്ക് കൊടുക്കാം. എത്രയോ കോടികളാണ് കളയുന്നത്, എത്രയോ കോടികൾ. സോ മലയാളികളെ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ജനപ്രതിനിധികളെ നമുക്ക് വിടാം. നല്ലവരായ ജനപ്രതിനിധികളുമുണ്ട്, ഇല്ല എന്നല്ല. അവരുടെ കണ്ണുകളിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് വീഡിയോ എത്തട്ടെ, അവർ എന്തെങ്കിലും രീതിയിൽ അവരോട് സഹായം ചെയ്യട്ടെ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എല്ലാ വ്യക്തികളും. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് PTA ഫണ്ട് പോലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അല്ല ഇവർക്കിപ്പോൾ ഉള്ളത്. സോ ഇവർക്കും ആഗ്രഹമില്ലേ, വലിയ മണിമാളിക കിട്ടണമെന്നൊന്നും അല്ല ഇവർ ആഗ്രഹിക്കുന്നത്. അടച്ചു പൂട്ടി നല്ല കെട്ടുറപ്പുള്ളൊരു വീട് ഇവരും ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും ഭയക്കാതെ നിന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറാൻ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ടോയ്ലറ്റ് ഒന്നും കണ്ടില്ല. വെളിയിലാണ്, അപ്പുറത്തെ വീട്ടിലുള്ള ടോയ്ലറ്റ് ഒത്തിരി ദൂരം ഉണ്ടോ? ഇല്ല, അടുത്ത് അവിടെ ഇപ്പം നിറഞ്ഞൊക്കെ കിടക്കണം. അപ്പം നിങ്ങൾക്കൊന്ന് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ്. ഇവിടം വിട്ട് നിങ്ങൾക്ക് മാറിയിരുന്നാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് പറയാനുള്ള, ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറായിട്ട് 3.5 വർഷക്കാലമായി. പക്ഷേ ഇവരുടെ രേഖകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാനുള്ള മതിയായ രേഖകളില്ല. പിന്നെ അവരെ സഹായിക്കാനും വേറെ ആരുമില്ല. ഒരു 8-9 അംഗങ്ങളാണ് ഈ കുടുംബത്തിൽ, ഈ വീട്ടിനകത്ത്, ഈ പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിനകത്ത് താമസിക്കുന്നത്. വളരെ അപകടമായ അവസ്ഥയാണ്. ഇന്നത്തെ സിറ്റുവേഷനിൽ അറിയാമല്ലോ, ഒരു കമ്പും മറിഞ്ഞ് വീണാൽ ആൾ ചാവുന്ന ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ സഹായിച്ചിട്ട് കാര്യമില്ല. പരമാവധി വാർത്ത കാണുന്നവർ ഈ കുടുംബത്തിന് ഒരു കയറി കിടക്കാണ്. ഒരു പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 8-ാം ക്ലാസ്സിൽ എങ്ങനെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. ഈ കുട്ടികളെങ്കിലും ഓർത്തുകൊണ്ട് സഹായിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാം. സർ, ഇവർ ഈ 30 വർഷം ഇതിനകത്ത് കിടക്കുന്നെന്ന് പറയുന്നു. ശരിക്കും മതിയായ രേഖയില്ലാത്തതാണോ പ്രശ്നം ഇവർക്ക്? ഒന്നും മതിയായ രേഖയില്ല. 2 പിന്നെ ഇവർ ലൈഫിലൊന്നും കൊടുത്തില്ല. ഇവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അന്നിരുന്ന മെമ്പർമാർ ഇന്ന് ശ്രമിച്ചിട്ടുമില്ല ഇവരെ. അതാണ് ഏറ്റവും വലിയ വീഴ്ച. അന്നിരുന്ന മെമ്പർമാർ ഇവർക്ക് വേണ്ടി ഒരു താല്പര്യം കാണിച്ചില്ല. അതാണ് അതിനകത്ത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഞ്ചായത്തോ ഗവൺമെൻറ് ഇടപെട്ട് അവർക്ക് വീട് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കിട്ടൂല. കാരണം 2017 അപേക്ഷ കൊടുത്തവർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനകത്തും ഒരു പരിഹാരം ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ, അർഹിക്കേണ്ട രീതിയിൽ ഇവർക്ക് ആ പ്രതിഫലം കിട്ടട്ടെ. എല്ലാവരുടെയും സഹായത്തെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.